Dear students, good morning. Today we study the second part from the first module, that is Pilgrim at Tinker Creek. It's a place, an island in Virginia in America. Written by Annie Dillard, an American writer. ആദ്യ മൊഡ്യൂളിലെ രണ്ടാം ഭാഗം പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക്. ടിങ്കർ ക്രീക്ക് എന്ന ദ്വീപിലൂടെ ആനി ഡിലാർഡ് നടത്തിയ തികച്ചും വ്യക്തിപരമായ യാത്രയുടെയും നിരീക്ഷണങ്ങളുടെയും ഒരു പഠനമാണ് an essay taken from her memoir. Let us study about our author Annie Dillard and Pulitzer Prize. Annie Dillard was born in April 30th, 1945, is an American author, best known for her narrative prose in both fiction and non-fiction. She has published works of poetry, essays, prose, and literary criticism, as well as 2 novels and 1 memoir. നാം പഠിക്കുന്ന നമ്മുടെ ഓഥർ ആനി ഡിലാർഡ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ്. അവളുടെ റൈറ്റിംഗ് സ്റ്റൈൽ നാരറ്റീവ് പ്രോസ് സ്റ്റൈൽ ആണ്. അത് കഥകളുണ്ട്, യാഥാർത്ഥ്യങ്ങളുണ്ട്, ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. പോയട്രിയിലും ലേഖനങ്ങളായും ഗദ്യങ്ങളായും സാഹിത്യ വിമർശനങ്ങളായും നോവലുകളായും മെമോയറായും ആനി ഡിലാർഡ് എഴുതിയിട്ടുണ്ട്. She is a poet, naturalist, novelist, essayist, critic, theologian, collagist, and singer. And moreover, she is Democrat politically. നമ്മൾ പഠിക്കുന്ന ഓഥർ കവിയാണ്, പ്രകൃതി നിരീക്ഷകയാണ്, നോവൽ എഴുത്തുകാരിയാണ്, ലേഖനമെഴുത്തുകാരിയാണ്, വിമർശകയാണ്, മതപരമായി പഠനം നേടി തിയോളജിയനാണ്, അതുപോലെ കൊളാഷിസ്റ്റാണ്. ഒരുപാട് ചിത്രങ്ങൾ, പരസ്പരം ബന്ധിതമല്ലാത്ത ഒരുപാട് ചിത്രങ്ങൾ ഒരേ ഫ്രെയിമിൽ വരുന്ന അത് തയ്യാറാക്കുന്ന ആൾക്കാണ് കൊളാഷിസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഷീ ഈസ് എ സിംഗർ. രാഷ്ട്രീയപരമായി ഷീ ഈസ് എ ഡെമോക്രാറ്റ്. Her 1974 work Pilgrim at Tinker Creek, naturalist classic, won the 1975 Pulitzer Prize for general non-fiction. Dillard taught for 21 years in the English department of Wesleyan University in Middleton, Connecticut. അമേരിക്കയിലെ കണക്റ്റിക്കറ്റിൽ, മിഡിൽട്ടണിലുള്ള കണക്റ്റിക്കറ്റിൽ അവിടുത്തെ വെസലിയൻ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ 21 വർഷം പഠിപ്പിച്ചിട്ടുണ്ട്. അധ്യാപികയായിരുന്നു. 1975 ടിങ്കർ ക്രീക്ക്, പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എന്ന പ്രകൃതിപരമായ ക്ലാസിക്, എപ്പോഴും വായിക്കപ്പെടുന്ന സാഹിത്യമൂല്യം ചോർന്നു പോകാത്ത വർക്കിനാണ് ക്ലാസിക് എന്ന് പറയുന്നത്. അതിന് പുലിറ്റ്സർ പ്രൈസ് 1975 അവൾക്ക് നേടിക്കൊടുത്തു. 1974 ഷീ റോട്ട് വൺ ഫേമസ് വർക്ക് കാൾഡ് പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക്. വി സ്റ്റഡി ആൻ എക്സേർപ്റ്റ്. നമ്മൾ പഠിക്കുന്നത് ഈ വലിയ പുസ്തകത്തിൽ നിന്ന് ചെറിയ ഒരു ഭാഗം മാത്രമാണ്. വാട്ട് ഈസ് എ പുലിറ്റ്സർ പ്രൈസ്?
You can pronounce it Pulitzer. Is an award for achievements in newspaper, magazine, and online journalism, literature, and musical composition within the United States. അമേരിക്കയിൽ നിന്നു തന്നെ കലാപരമായി സാഹിത്യപരമായി ജേർണലിസ്റ്റിൽ ഓൺലൈൻ ജേർണലിസ്റ്റിലും മാഗസിൻ അതുപോലെ ന്യൂസ് പേപ്പർ ഇവയിലെല്ലാമുള്ള നേട്ടങ്ങൾക്ക് വേണ്ടി സ്ഥാപിതമായ ഒരു അവാർഡാണ് പുലിറ്റ്സർ പ്രൈസ്. എക്സലൻസ് ഇൻ ന്യൂസ് പേപ്പർ ജേർണലിസം. First award was awarded in 1917, presented by Columbia University, and it is within the United States of America. What is the content of our chapter? നമ്മുടെ ചാപ്റ്ററിൽ എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? The author looks at wonders of nature, searches for God, a theologian undertaking a pilgrimage to nature. നമ്മുടെ ഈ പുസ്തകത്തിൽ പ്രകൃതിയുടെ അത്ഭുതങ്ങളിലേക്കും പ്രകൃതിയിലുള്ള സൃഷ്ടികളിലൂടെ ദൈവത്തിലേക്കും ഉള്ള ഒരു അന്വേഷണമാണ്. തിയോളജിയൻ അണ്ടർടേക്കിംഗ് എ പിൽഗ്രിമേജ് ടു നേച്ചർ. ഒരു ദൈവശാസ്ത്രജ്ഞയാണ് ആനി ഡിലാർഡ്. അറ്റ് ദ സെയിം ടൈം ഷീ ഡസ് നോട്ട് ബിലീവ് ഇൻ എനി റിലീജിയൻ. ഒരു പ്രത്യേക മതത്തിൽ വിശ്വാസമില്ലെങ്കിലും ദൈവശാസ്ത്രത്തിൽ ഷീ ഹാസ് നോളജ്. ഷീ കണ്ടക്ട്സ് എ ജേർണി ഓർ പിൽഗ്രിമേജ് ടു നേച്ചർ. പ്രകൃതിയിലേക്ക് അവൾ നടത്തുന്ന ഒരു യാത്ര. That is the content of this chapter. Before that, what about our narrator or writer? Did she enjoy more freedom while she was a child? Did she observe the nature without any obstruction from her parents? Yes. More freedom at childhood, hence joyful life. നമ്മുടെ നരേറ്റർ പാരൻസ് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ട് തന്നെ സുന്ദരമായ, മനോഹരമായ, സന്തോഷകരമായ ഒരു കുട്ടിക്കാലമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഷീ എൻജോയ്ഡ് മോർ ഫ്രീഡം വൈൽ ഷി വാസ് എ ചൈൽഡ്. സോ ഷീ ലെഡ് എ ജോയ്ഫുൾ ലൈഫ്. ഡ്യൂറിങ് ദിസ് ടൈം ഷീ ഒബ്സർവ്ഡ് വാട്ട് ഷീ സോ in front of her in the lap of the nature. പ്രകൃതിയുടെ മടിത്തട്ടിൽ അവൾ കണ്ട എല്ലാ സൂക്ഷ്മകാര്യങ്ങളും ഷീ ഒബ്സർവ്ഡ്, നിരീക്ഷിച്ചു. സൂക്ഷ്മമായി നിരീക്ഷിക്കുക എന്നതാണ് ഒരു എഴുത്തുകാരിയുടെ അല്ലെങ്കിൽ എഴുത്തുകാരൻ്റെ ഒരു പ്രത്യേകത. She used to read a wide variety of books, not only observation of the nature. എന്തൊക്കെ പുസ്തകങ്ങൾ കയ്യിൽ കിട്ടിയോ അതെല്ലാം വായിക്കുന്ന ഒരു ശീലം she had. Different subjects like geology, natural history, entomology, epidemiology, poetry, and many other books. Geology, ഭൂഗർഭശാസ്ത്രം. Next one, natural history, that is പ്രകൃതി ചരിത്രം, പ്രകൃതിശാസ്ത്രം. ഷഡ്പദ വിജ്ഞാനം, entomology, സാംക്രമിക രോഗപഠനം, epidemiology, poetry, and many other books. During that time, David Thoreau was one of the great writers and social reformists. His masterpiece, titled as Walden, was read by our author Annie Dillard. He was a social reformer, but after reading Thoreau many times, our author Dillard didn't express her idea on society. സാമൂഹിക വിമർശനമൊന്നും നമ്മുടെ ആനി ഡില്ലാർഡ് നടത്തിയിട്ടില്ല. പക്ഷേ തോറോ എന്ന് പറയുന്ന വലിയ എഴുത്തുകാരൻ ഒരു സാമൂഹിക വിമർശകനായിരുന്നു. And she has written one of the famous autobiographies.
ഓട്ടോബയോഗ്രഫി സ്വന്തത്തെക്കുറിച്ച് ഒരാൾ എഴുതുന്നതാണല്ലോ ഓട്ടോബയോഗ്രഫി. An American Childhood. This is the autobiography written by Annie Dillard. What does our author bring in this excerpt or in this essay or memoir? It is a fine meditation on nature and different seasons in America, like summer season, June to August, and autumn season, September to November, winter, December to February, and spring season, March to May. These are the seasons in America. In India, we can see monsoon season is also available. Autumn season cannot be seen in India. And that book talks about our author's personal experience and a writer's journey with close observation in nature a whole year. Observation was not for 1 or 2 weeks or 1 or 2 months, but it was for a whole year. And she wrote about what she observed and what she saw while she was observing the nature. By Shanksmere, that means on foot, she walked her neighborhoods and observed everything. Neighborhood in Tinker Creek, it's an island, and she walked through it and observed and noted it down as her own experience. It is in Virginia, and it was her close observation that brought a big book or famous book called Pilgrimage at in Tinker Creek. In touch of many small things, small, big, beautiful, ugly, many things. Everything was observed by our author. And she makes her think of creature also. What is the purpose of life? What is the purpose of creation? What is the intention behind all these small things like bugs, etc.? നമ്മൾ പഠിക്കുന്ന ഈ പാഠത്തിൽ നമ്മുടെ എഴുത്തുകാരി ആനി ഡിലാർഡ് നടത്തുന്ന വ്യക്തിപരമായ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു കുറിപ്പാണ്. സ്വന്തം അടുത്തുള്ള സ്ഥലങ്ങളിലൂടെ, ദ്വീപിലൂടെ, പ്രത്യേകിച്ച് ടിങ്കർ ക്രീക്കിലൂടെ, വെർജീനിയയിലെ ടിങ്കർ ക്രീക്കിലൂടെ സ്വന്തമായി നടത്തുന്ന കാൽനടയായിട്ടുള്ള യാത്രയിൽ, സന്ദർശനത്തിൽ അവർ കണ്ടെത്തിയ നിരീക്ഷണങ്ങളുടെ അർത്ഥഗർഭമായ പഠനമാണ് ശരിക്കും നമ്മൾ പഠിക്കുന്ന ഈ പാഠത്തിലുള്ളത്. ചെറുതും വലുതും മനോഹരമായതും മനോഹരമല്ലാത്തതുമായ ഒരുപാട് വസ്തുക്കളെ നിരീക്ഷിക്കുകയും പ്രത്യേകിച്ച് ഇൻസെക്ട്സ് നിരീക്ഷിക്കുകയും അതിലൂടെ സ്രഷ്ടാവിലേക്ക് എത്തുകയും, അല്ലെങ്കിൽ എന്തിനാണ് സ്രഷ്ടാവ് ക്രിയേറ്റർ ഇത്തരം ജീവികളെ സൃഷ്ടിച്ചത്, എന്താണ് ജീവിതത്തിൻ്റെ പർപ്പസ്, ലക്ഷ്യം, ഇൻറ്റൻഷൻ, ക്രിയേഷൻ എന്നെല്ലാം ചിന്തിക്കുന്ന വളരെ സുന്ദരമായ, അർത്ഥപൂർണമായ, മീനിങ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ മെമ്മോയർ ഈസ് അവർ പിൽഗ്രിം ഇൻ ടിങ്കർ ക്രീക്ക്. Especially she focuses on water bug sucking the life out of a frog, praying mantis laying eggs after deforming the male. ഇണയെ നശിപ്പിച്ച് മുട്ട വിരിയിക്കുന്ന പ്രയിങ് മാൻറ്റിസിനെയും, അതുപോലെ തവളയുടെ ഉള്ളിലുള്ളതെല്ലാം ഊറ്റിക്കുടിക്കുന്ന ഒരു വാട്ടർ ബഗിനെ കുറിച്ചും, മൊണാർക്ക് ബട്ടർഫ്ലൈസ് ഹാച്ച് ബിഫോർ മൈഗ്രേഷൻ ടു സൗത്തിലേക്ക് മൊണാർക്ക് ബട്ടർഫ്ലൈസ് പലായനം നടത്തുന്നതിന് മുമ്പുള്ള ഹാച്ചിങ് എഗ്സ്, അതെല്ലാം നിരീക്ഷിച്ച് വളരെ കൃത്യമായി she gives a scientific study also in this excerpt. Let us go directly to our chapter, paragraph number 1. Students are kindly requested to read the text along with me on the screen.
A couple of summers ago, I was walking along the edge of the islands to see what I could see in the water. Our narrator, Annie Dillard, was walking along the edge of the islands before 2 summers. A couple of summers here stands for 2 summers. What was her intention to see? What I could see in the water. She walked to see what she could see in the water. വെള്ളത്തിൽ എന്തെല്ലാം ഉണ്ട് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഐലൻഡിലൂടെ നമ്മുടെ നരേറ്റർ നടത്തുന്ന ഒരു യാത്രയാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. And mainly to scare frogs. Second intention, to scare frogs. തവളകളെ പേടിപ്പിക്കുക. All frogs will be sitting on the way. Frogs have an inelegant way of taking off from invisible positions on the bank. കരയിൽ നമ്മൾ കാണാത്ത സ്ഥലത്തു നിന്നും തവളകൾക്ക് അത്ര മനോഹരമല്ലാത്ത ഇനലെഗന്റ് വേ ഓഫ് ടേക്ക് ഓഫ് ദി പ്ലേറ്റ്, ലൈക്ക് ടേക്ക് ഓഫ് ദി ആംഫിബിയൻ ഫ്രോഗ്. ആ ചാട്ടം കാണാൻ. Then just ahead of your feet in dire panic, പേടിച്ചിട്ടാണ് dire panic, emitting a froggy ache, തവളയുടേതായ ഒരു ശബ്ദമുണ്ടാക്കി it will be splashing into the water. വെള്ളത്തിലേക്ക് it will jump. Incredibly this amused me. The narrator says that അവിശ്വസനീയമായ വിധം incredibly this amused me, ത്രസിപ്പിച്ചു our narrator. And incredibly it amuses me still. Now also it is an amusing experience to the narrator. As I walked along the grassy edge, പുല്ലുള്ള ഭാഗത്തിലൂടെ നടക്കുമ്പോൾ of the island, I got better and better at seeing frogs. കൂടുതൽ അടുത്തുനിന്ന് വളരെ മനോഹരമായി നമ്മുടെ നരേറ്റർക്ക് ഫ്രോഗുകളെ കാണാൻ കഴിഞ്ഞു. ബോത്ത് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി വാട്ടർ, വെള്ളത്തിലുള്ളതും കരയിലുള്ളതും. I learned to recognize, slowing down, the difference in texture of the light. പ്രകാശത്തിന്റെ അപ്പിയറൻസിലുള്ള വ്യത്യാസം പഠിക്കാൻ നരേറ്റർക്ക് ഇതിലൂടെ സാധിച്ചു. Reflected from mud bank, ചെളിയിൽ നിന്ന്, water, grass and frog. This was one of the lessons that the narrator learnt out of this walking. Frogs were flying all around me. At the end of the island, I noticed a small green frog. Everywhere was frog. Right side, left side, and all around of the narrator there were a number of frogs jumping and sitting on the way and from the way to the water. But she noticed a particular small green frog. What was it specialized for? He was exactly half in and half out of the water, looking like a schematic diagram. What do you mean by schematic diagram? It is given there. Schematic diagram of an amphibian, and he didn't jump. കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ഒരു ജീവിയുടെ ഒരു ഫ്രെയിം, സ്കിമാറ്റിക് ഡയഗ്രാം പോലെ നമ്മുടെ നരേറ്റർക്ക് തോന്നി. ആൻഡ് ഹി ഡിഡിന്റ് ജംപ്. ദാറ്റ് ഗ്രീൻ സ്മോൾ ഗ്രീൻ ഫ്രോഗ് ഡിഡിന്റ് ജംപ് ടു ദ വാട്ടർ. ദാറ്റ് was noticed by the narrator. Let's move to paragraph number 2. He didn't jump. That small green frog didn't jump. I crept closer. The narrator went very closer. At last I knelt on the island's winter-killed grass. A seasonal account is also there. വിന്റർ കാലം പുല്ലിനെ എന്ത് ചെയ്തു? കിൽഡ് ഗ്രാസ്. അങ്ങനത്തെ ഒരു സ്ഥലത്ത് മുട്ടുകുത്തിയിരുന്നു തവളയെ നോക്കി. I lost everything. Dumbstruck. Became very much അത്ഭുതപ്പെട്ടു. Staring at the frog.
in the creek just 4 feet away. 4 അടി അകലെയുള്ള തവളയിലേക്ക് വളരെ സൂക്ഷ്മമായി നോക്കി. He was a very small frog with wide, dull eyes, and just as I looked at him, he slowly crumbled and began to sag. ആ തൊട്ടടുത്ത് നിന്ന് നോക്കിയപ്പോൾ അത് പതിയെ പതിയെ ചുരുങ്ങി വന്നു. ആൻഡ് ബിഗാൻ ടു സാഗ്, ഈ പറ്റ ചെറുതാവാൻ തുടങ്ങി. ബിഗാൻ ടു സാഗ്, ഷ്രിങ്ക്, സിങ്ക്, താഴേക്ക് വീഴാൻ പോകുന്ന കോലത്തിലായി. The spirit vanished from his eyes as it is as if snuffed. Snuff here means extinguished. കെട്ടുപോകുന്നത് പോലെ, വിളക്ക് കെട്ടുപോകുന്നത് പോലെ, കണ്ണിലുള്ള അതിൻ്റെ പ്രകാശം കെട്ടുപോകുന്നത് പോലെ. We said that the narrator had studied different appearance of light. വെള്ളത്തിലായാലും ചെളിയിലായാലും ഫ്രോഗിലായാലും പ്രകാശത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് നമ്മുടെ നരേറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു. Then she could understand that the light disappearing from the eyes of the frog. His skin emptied. പെട്ടെന്ന് ഉള്ളിലുള്ളതെല്ലാം പോയി ശൂന്യമായി. ആൻഡ് drooped, താഴേക്ക് പോയി. ഹിസ് വെരി സ്കൾ seemed to collapse. തലയോട്ടി തന്നെ ഒന്നായിട്ട് നശിക്കുന്നത് പോലെ തോന്നി. ആൻഡ് സെറ്റിൽ ലൈക്ക് കിക്ക്ഡ് ടെൻറ്റ്. അത് ആകെ പൊളിഞ്ഞു വീഴുന്ന ഒരു ടെൻറ്റ് പോലെ അദ്ദേഹത്തിന് തോന്നി. He was shrinking before my eyes like a deflecting football. ഒരു ഫുട്ബോളിലെ കാറ്റൊഴിഞ്ഞു പോകുന്നത് പോലെ തവളയുടെ കാറ്റൊഴിഞ്ഞു പോകുന്നത് was observed by our narrator. I watched the taut, glistening skin. Taut here means tight ആയി നിൽക്കുന്ന ഒരു സ്കിന്നിൻ്റെ പ്രതീകമാണ്. Taut, glistening skin on his shoulders. Ruck here, glistening means here shining, തിളങ്ങുന്നുണ്ട്, but it is very tight, ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ തോന്നും. glistening, shining, and rumble, wrinkle, ചുളിവ് വീഴുന്നത് പോലെ. Next one, shoulders, ruck and rumble and fall, ചുളിവ് വീണ് അത് താഴേക്ക് വീണു പോകുന്നത് പോലെ തോന്നി. നല്ല പരുപരുത്ത ഒരു തവള പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലെ ഊർജമെല്ലാം ചോർന്ന് വെളിച്ചമെല്ലാം അണഞ്ഞു പോകുന്നത് പോലെ was felt by the narrator. Soon part of his skin, formless as a pricked balloon, lay in floating folds like bright scum. Scum എന്ന് പറഞ്ഞാൽ മാലിന്യം. നല്ല കാറ്റുള്ളൊരു ബലൂണ് നമ്മൾ എന്തെങ്കിലും സൂചി കൊണ്ടൊക്കെ കുത്തി അതിലെ കാറ്റ് പോയാൽ എങ്ങനെയാണോ അതിൻ്റെ പ്രതലം, ലൈക്ക് ദാറ്റ്, യഥാർത്ഥ രൂപം മാഞ്ഞ്, ഹിസ് സ്കിൻ ഫോംലെസ് ആസ് എ പ്രിക്ഡ് ബലൂൺ ലേ ഇൻ ഫ്ലോട്ടിംഗ്, ഒഴുകിപ്പോകുന്നത് പോലെ, മാലിന്യം ഒഴുകിപ്പോകുന്നത് പോലെ, ഓൺ ദി ടോപ്പ് ഓഫ് ദി വാട്ടർ. ഇറ്റ് വാസ് എ മോൺസ്ട്രസ് ആൻഡ് ടെറിഫയിങ് തിങ്. വളരെ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയായി. It was felt to the author. I gaped, bewildered, അത്ഭുതപ്പെട്ടു നോക്കി. Appalled, she was fearful. An oval shadow in the water behind the drained frog. ഈ സ്വന്തം ഉള്ളിലെല്ലാം ചുരുങ്ങിപ്പോയ ആ തവളയ്ക്കു പിന്നാലെ the narrator saw an oval shadow, ഒരു നിഴൽ. Then the shadow glided away. ആ നിഴൽ പെട്ടെന്ന് അവിടെ തെന്നിമാറി. The frog skin back started to sink. അവസാനം നമ്മൾ കണ്ട ആ തവളയുടെ തൊലി പോലും started to sink, താഴേക്ക് മുങ്ങിപ്പോകുന്ന കാഴ്ച കണ്ടു നമ്മുടെ ഒരു നരേറ്റർ. That is the content of the second para. Paragraph number 3. There we see, I had read about the giant water bug. The narrator had read about the giant water bug. വലിയ വാട്ടർ ബഗിനെ കുറിച്ച് നമ്മുടെ നരേറ്റർ ആദ്യമേ പഠിച്ചിട്ടുണ്ടായിരുന്നു. But never seen one. She did not get any chance to see by her own eyes. But now she got a chance. Giant water bug is really
The name of the creature, which is an enormous heavy bodied brown bug, വളരെ വലിപ്പമുള്ള നല്ല ഘനമുള്ള ബ്രൗൺ കളറുള്ള ബഗ്ഗാണ്. It eats insects, tadpoles, insects and tadpoles. Next thing, fish and frogs. പ്രാണികളും മത്സ്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ ഇരകൾ. Its grasping forelegs are mighty. അതിൻ്റെ 4 കാലുകൾ വെരി മൈറ്റി, ഹെവി ആൻഡ് ഹുക്ഡ് ഇൻവേർഡ്. ഒരു ചൂണ്ട പോലെ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കും. ഇറ്റ് സീസസ് എ വിക്ടിം വിത്ത് ദീസ് ലെഗ്സ്. ഈ കാലുകൾ കൊണ്ടാണ് ഇരയെ അത് പിടിക്കുന്നത്. സീസസ്, പിടിക്കുക. സീസസ് എ വിക്ടിം വിത്ത് ദീസ് ലെഗ്സ്. ഹഗ്സ് ഇറ്റ് ടൈറ്റ്, വളരെ ടൈറ്റായിട്ട് ഹഗ് ചെയ്യും. ആൻഡ് പാരലൈസസ് ഇറ്റ്, എന്നിട്ട് അതിൻ്റെ ചലനശേഷി നശിപ്പിക്കും. വിത്ത് എൻസൈംസ് ഇൻജെക്റ്റഡ് ഡ്യൂറിങ് എ വിഷ്യസ് ബൈറ്റ്. വിഷം കലർത്തിയ ഇഞ്ചക്ഷനിലൂടെ, ഒറ്റക്കടിയിലൂടെ ഇരയെ അത് വീഴ്ത്തും. ദാറ്റ് വൺ ബൈറ്റ് ഈസ് ദ ഓൺലി ബൈറ്റ് ഇറ്റ് എവർ ടേക്സ്. ഒറ്റക്കടിയെ അത് കടിക്കും. അതിലൂടെ ഇറ്റ് വിൽ ഇൻഫിൽ ദ പോയിസൺ ഇൻ ദി ബോഡി ഓഫ് ദി വിക്ടിം. ത്രൂ ദ പങ്ക്ചർ ഷൂട്ട് the poisons that dissolve the victim's muscles. ആ ഉണ്ടാക്കിയ ദ്വാരത്തിലൂടെ പോയിസൺ കടന്നു പോകുന്നതോടെ നമ്മുടെ ഇരയുടെ എല്ലാ ശേഷിയും നശിക്കും. The victim's muscles and bones and organs all but the skin, except the skin, തൊലിക്കൊന്നും പറ്റില്ല. And through it the giant water bug sucks. എന്നിട്ട് ആ തൊലിയിൽ നിന്ന് ആ ദ്വാരത്തിലൂടെ അതെല്ലാം സക്ക് ചെയ്യുന്നു, ഉള്ളിലേക്ക് വലിച്ചു കുടിക്കുന്നു. സക്ക് ഔട്ട് ദ വിക്ടിംസ് ബോഡി, റെഡ്യൂസ്ഡ് ടു എ ജ്യൂസ്. തൊലിക്കുള്ളിലുള്ളതെല്ലാം ഒരു ജ്യൂസ് പരുവത്തിലായി. ഇൻക്ലൂഡിംഗ് ദ സ്കൾ, തലച്ചോറ് സഹിതം. എന്നിട്ട് അത് ഊറ്റിക്കിടിക്കുന്ന ഒരു ജയന്റ് ബഗ്ഗാണ് ദ നരേറ്റർ ഹാപ്പൻ ടു സീ. ദിസ് ഇവന്റ് ഈസ് ക്വൈറ്റ് കോമൺ ഇൻ ഫ്രഷ് വാട്ടർ. The narrator says that this event is quite common. She could see it, or everyone can see it in fresh water. The frog I saw was being sucked by a giant water bug. ഇപ്പോൾ നരേറ്റർ കണ്ട ആ ഫ്രോഗ് വലിയൊരു ജയന്റ് വാട്ടർ ബഗിന്റെ ആക്രമണത്തിൽപ്പെട്ടതാണ്. I had been kneeling on the island grass when the unrecognizable flap of skin settled on the creek bottom, swaying. ആ തൊലി അങ്ങ് താഴേക്ക് പോകുമ്പോൾ the narrator stood there observing it. I stood up and brushed the enemies of my pants. പാൻറ്റിലുള്ള എല്ലാം തട്ടി മാറ്റി. I couldn't catch my breath. The narrator couldn't believe. ശ്വാസം അടക്കി പിടിക്കാൻ പോലും കഴിഞ്ഞില്ല. After seeing this big sight or big event. That is paragraph number 3. We will discuss the other parts in the next session. Thank you very much.